ആംപ്ലിഫയറിൻ്റെ ഒരു പുതിയ അസംബ്ലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഈ L1 എങ്ങനെ വൈൻഡ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ബോബിൻ എടുക്കുക. നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞ ടൈപ്പുള്ള ബോബിൻ എടുക്കുക. അപ്പോൾ അതിന് പഴയ ഒരു പല്ലേക്കണ ബ്രഷോ ഇതിൻ്റെ പ്ലാസ്റ്റിക് കഷ്ണം എന്തെങ്കിലും കട്ട് ചെയ്ത് ഈ ബോബിൻ്റെ ഹോള് കയറുന്ന വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് കയറുന്ന വിധത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ വൈൻഡ് ചെയ്യാനാണ്. ഇത് ഇങ്ങനെ ഇതൊരു പ്ലാസ്റ്റിക് പീസാണ്. അതിങ്ങനെ കട്ട് ചെയ്ത് കയറ്റി അതിനുശേഷം നമ്മൾ കോപ്പർ വയറാണ് 26 ഗേജിൻ്റെ കോപ്പർ വയർ 1.5 മീറ്റർ നീളത്തിൽ 3 പീസ് എടുക്കണം. 26 SWGയുടെ കോപ്പർ വയറാണ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ. ഇത് നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന അളവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ വളരെ എളുപ്പമുള്ള വേറെ മെത്തേഡാണ് ഈ പറയുന്നത്. നമ്മൾ ലിറ്റ്സ് വേറെ രീതിയിലാണ് ഇതിങ്ങനെ വൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും വൈൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമുണ്ട്. ഒറ്റക്കൊമ്പ് ഉപയോഗിച്ച് വൈൻഡ് ചെയ്യാം, പക്ഷേ അത് ഇതിനകത്തൊന്നും ഒതുങ്ങില്ല. കോറ് ഭയങ്കര വലുതാവും. വലിയ കോറ് ഉപയോഗിക്കുമ്പോൾ ചിലവും കൂടും. ഇതിനകത്ത് ഇങ്ങനെ കയറ്റിയിടുക. പിന്നെ നമുക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് രീതിയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് അങ്ങ് വൈൻഡ് ചെയ്താൽ മതി. ഇതിൻ്റെ എണ്ണം നമ്മൾ പ്രത്യേകിച്ച് നോക്കണമെന്നൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ 1.5 മീറ്റർ വയർ 3 പീസ് മടക്കായിട്ട് എടുത്തേക്കുന്നത് തീരുന്നവരെ അങ്ങോട്ട് വൈൻഡ് ചെയ്യുക. പരമാവധി ഓവർലാപ്പിംഗ് ഒഴിവാക്കി വൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് 12 പ്രാവശ്യം വൈൻഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവും. ഈ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കലയാണത്. അങ്ങേറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ വരെ തിരിച്ചിങ്ങനെ ചുറ്റുക. ഒരു 4 ലെയർ ചുറ്റുമ്പോൾ തീരും. അപ്പോൾ വയർ വൈൻഡിങ് പൂർത്തിയാകും. അധികം കട്ട കുത്തണ പോലെ വൈൻഡ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഈ കോറ് കയറാൻ ബുദ്ധിമുട്ടാവും. കോറ് കയറത്തില്ല. വൈൻഡ് ചെയ്യുക. വൈൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് എത്തിച്ച് ഇങ്ങനെ ചുറ്റുക. അതുകൊണ്ട് വൈൻഡിങ് പൂർത്തിയായി. നമ്മുടെ ഇത് കയറും. കോറ് സുഖമായിട്ട് ഇതൊക്കെ എത്തിയിടാം. അതേപോലെ അത്രേ ഉള്ളൂ. സിമ്പിൾ ഉണ്ടോ വൈൻഡിങ്? അപ്പം ഇതാണ് ഇതിൻ്റെ വൈൻഡിങ്.